ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. എന്താ തുടക്കത്തിൽ തന്നെ ഒരു വണ്ടിയെല്ലാം ഇറങ്ങി പോകുന്നതെന്നല്ലേ, നമ്മളെ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസിൻ്റെ വണ്ടി വന്നതാണ് കേട്ടോ. നമ്മളെ മെറ്റീരിയലും കൊണ്ടുവന്നതാണ്. ഇപ്രാവശ്യം വലിയ കെട്ടാണ്, കാരണം ഒരുപാട് പീസസ് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതെന്തായാലും പൊളിച്ച് നോക്കാം അല്ലേ. അപ്പം അച്ഛൻ അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടുന്ന് എൻ്റെ പണി എടുക്കുവാണ്. അപ്പം നമുക്കിതാ പൊളിച്ച് തുടങ്ങാം. പിന്നൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഓർഡർ തന്നവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി ടോട്ടൽ 21 പീസാണ് എൻ്റെ കയ്യിൽ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ഇറക്കിയ 3 സ്റ്റോക്ക് ഉണ്ടാകുന്നതും ഓർഡർ എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ടോട്ടൽ 21 പീസിന് ഓർഡർ കിട്ടി കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ, നമ്മളൊരു എഫേർട്ട് ഇടുമ്പോൾ അതിങ്ങനെ റിസൾട്ട് കിട്ടുന്നതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ആ ചേച്ചീൻ്റെ ഗ്രൂപ്പിലെല്ലാം അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൂടി അങ്ങനെ എടുത്തതാണ്. അപ്പം പിന്നെ നമ്മളെ മേശ ജസ്റ്റ് ഒന്ന് വെയിലത്ത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്ത് വെച്ചു. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്കിനി വീഡിയോസും പിന്നെ നമ്മളെ ട്രാക്കിങ് ഐ ഡി അല്ല, അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതാനെല്ലാം കേട്ടോ. അപ്പം ഞാൻ മൊത്തം ക്യാമറ സെറ്റാക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്, നമ്മളെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മൾ ഇല്യൂഷൻ പാർക്ക് പോയത്, നമ്മളെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇല്യൂഷൻ പാർക്കാണ് കേട്ടോ. അപ്പം പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷെ അത് വേർത്താണ് കേട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. കാരണം നമുക്കൊന്ന് അവിടെ പോകണം എന്നുള്ള ഫീല് വരും. അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഒരുപാട് നല്ല കളേഴ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആകുന്നൊരു ഐറ്റമാണ് ഈ ബാട്ടിക് പ്രിൻറ്റിൻ്റെ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്പർ എന്തായാലും ഇപ്പോഴേ താഴെ കൊടുക്കാം. അല്ലേ പിന്നെ ആരെങ്കിലും ഈ കൂട്ടത്തിലെല്ലാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കാണുന്നവരുണ്ട്. അപ്പോൾ പിന്നെ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ പാക്കെല്ലാം ചെയ്ത് അട്ടിക്ക് വെച്ചിട്ട് നിന്നിട്ടൊരു ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. എന്താ പറയണ്ടേ, എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ അത്. ചേച്ചിയും മക്കളും എല്ലാം വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് പാക്കിങ്ങും കാര്യങ്ങളും അഡ്രസ്സ് ചെയ്ത് ലൈക്കെല്ലാം നടക്കാമെന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ മക്കളെല്ലാം ഒരുവിധം അടങ്ങി ഇങ്ങനെ നിന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് കഴിഞ്ഞു. പിന്നെ നമ്മളെ സാൻവി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ചേച്ചീൻ്റെ മോളാണ്. ഞാൻ ഇങ്ങനെ പാക്ക് കൊടുക്കുന്നത് അത് അട്ടിക്ക് വെച്ചിട്ടെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ടൊരു സന്തോഷമായി എനിക്ക്. പിന്നെ എന്താ പറയണ്ടേ, നല്ല സന്തോഷത്തിലാണ് നമ്മളെ മെറ്റീരിയലെല്ലാം പോകുന്നുണ്ട് എന്നറിയുമ്പം. പിന്നെ എല്ലാവരും പറയുന്നത് വേറെയും മീൻസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബാട്ടിക് പ്രിൻ്റ് കഴിഞ്ഞ കളക്ഷനോടുകൂടി നിർത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ഇതിനിങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കുമ്പം ചിലർ പറയും ഇനി അടുത്ത സെറ്റിലെടുക്കാമെന്ന് പറയും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൊത്തം ഇപ്പം സോൾഡ് ഔട്ട് ആയാലും എനിക്കിനി അടുത്ത സെറ്റ് ഓഫ് ഓർഡേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ വരുന്ന പൈസ പിന്നെയും ഇങ്ങനെ അതിലിട്ടും പിന്നെയും എടുക്കും. അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ചെയ്താൽ നോക്കുമ്പോഴേക്ക് ഇത് എല്ലാവരും കൂടി വന്ന് ഇളകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അറിയട്ടെ. ഞാൻ പിന്നെ മൈൻഡൊക്കെ എൻ്റെ പണി തുടർന്നുകൊണ്ടിരുന്നു. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അന്നേരമാണ് ഏച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പം പെട്ടെന്ന് പണി തീർക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. കാരണം പാക്കിങ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ അയക്കാമല്ലോ. കാരണം ഒരുപാട് പേര് എന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് പൈസ അയച്ചിട്ട് നമ്മളെ തുണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പം ഗുജറാത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് വരാനുള്ളൊരു ടൈമും എടുക്കുന്നുണ്ട് നമുക്ക് പ്രൊഡക്റ്റ് അയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് അന്ന് അയച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ കസ്റ്റമേഴ്സ് തരുന്ന പൈസ എൻ്റേതായി എന്നുള്ളൊരു ബോധ്യം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ അയക്കുകയല്ല, നമ്മൾ അഡ്രസ്സെല്ലാം എഴുതിയെടുക്കുകയെന്ന് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഫോണിൽ ഓരോരുത്തർ തന്നത് എന്താണെന്നെല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടാകും, ഓർഡർ ഏതാ മെറ്റീരിയൽ എന്നെല്ലാം. അതിന് ശേഷം ഞാൻ ഓർഡർ പാക്കാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്ക് അമ്മ പഴുത്ത ചക്ക കൊണ്ടുവന്നിട്ട് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിന്. ഞാൻ കുറച്ച് സമയം പുറത്തിരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വെള്ളമെല്ലാം അമ്മയുടെ കൊണ്ടുത്തരും കേട്ടോ. പിന്നെ റിക്കൂട്ടനും ചക്ക ഇഷ്ടമാണ്. പിന്നെ അപ്പോഴേക്ക് ഓരോരുത്തർ ക്യാമറ കാണുമ്പോഴേക്ക് ഡാൻസും പാട്ടും കൂത്തൊന്നും പറയണ്ട. അങ്ങനെ അങ്ങനെ നമ്മളെ ഓർഡറുകൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇപ്രാവശ്യം ബൾക്ക് ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി നമ്മളെ വലിയ കവറിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിനെ. അതുകൊണ്ട് ഒന്നിൽ നമുക്ക് 5 വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു സമാധാനമാണ്. 5 ഒന്നിച്ചിട്ട് അയക്കാമല്ലോ, അതുകൊണ്ടൊരു നല്ല സമാധാനമായി കേട്ടോ. അങ്ങനെ അപ്പോൾ ബൾക്ക് ഓർഡർ ഇപ്പം 5 പീസിൽ ഒന്നിച്ച് വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും അയക്കുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ 1 പീസാണെങ്കിൽ അങ്ങനെ അയക്കും. കഴിഞ്ഞ പ്രാവശ്യം ബൾക്ക് ഓർഡർ കിട്ടിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ചോദിച്ച് ഒന്നിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ ചേച്ചി എന്നു ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അങ്ങനെയല്ല, ഓരോ പീസായിട്ടും എടുക്കുക, ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം നമ്മൾ സാൻവിക്കുട്ടി ബാക്കിൽ നിന്ന് എന്തെല്ലോ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കാണുന്നത് തന്നെ കേട്ടോ. ഞാൻ ഫുള്ള് ക്യാമറ ഓണാക്കി വെച്ചിട്ട് എൻ്റെ പണിയെടുക്കട്ടെ എന്നുള്ള ധാരണയിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ബിഹൈൻഡ് ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്നുള്ളത് ഞാനിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താ ഇങ്ങനെ സ്പീഡ് കൂട്ടാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, എന്തെല്ലോ കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറയാനുണ്ട് എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം സാൻവി എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാനിത് എഴുതിയിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് നിലത്താന്ന് വെച്ചത്. അപ്പം പറഞ്ഞ് നിലത്ത് വെക്കേണ്ട പൂജ ആൻറ്റി, എൻ്റെ കയ്യിൽ തന്നെ ഞാൻ പിടിച്ച് നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ തമാശകളും അതിൻ്റെ നടുക്ക് നടക്കുന്നുണ്ടായിന്. എന്തായാലും എൻ്റെ കത്തി കേട്ടിട്ട് ഒരു വിഷമിക്കണം. നമുക്ക് നമ്മളെ ബാക്കിയുള്ള സ്റ്റോക്കിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് തൊട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇതാ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഓർഡറുകൾ ഇതാ എഴുതിയെടുത്ത് കൊടുക്കുന്നു കേട്ടോ. അതിൻ്റെ നടുക്ക് ഇത് അമ്മ ചക്ക കൊണ്ടുവന്നിട്ട് വയൽ വെക്കുന്നുണ്ട്. അപ്പം അതും എങ്ങനെയല്ലോ കഴിച്ചിട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ ഫോൺ നടന്ന് പിള്ളേരെടുത്ത് കളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ മാറ്റിയിട്ട് ടേബിളിൽ വെച്ചിട്ട് ബാക്കി അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതുവാണ്. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിന്. നമ്മൾ ഫോട്ടോ ഇട്ടിട്ട് ഞാനിങ്ങനെ മെറ്റീരിയൽ സ്റ്റോക്ക് വന്നു നാളെ അയക്കും എന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ തരുന്നുണ്ടായിരുന്നു. അപ്പം ആ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ആദ്യം ബുക്കിൽ എഴുതും. അതിന് ശേഷം പിന്നെ എന്താ പറയണ്ടേ അയക്കുകയാണ് ചെയ്യൽ. അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ വലിയ കവറിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ പേപ്പറിൽ നമുക്ക് എഴുതിയിട്ട്, അല്ലെങ്കിൽ പ്രിൻ്റ് ഉള്ളവരാണെങ്കിൽ പ്രിൻ്ററിൽ വെച്ചിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഉടൻ്റെ അകത്ത് ഇടുകയോ വേണ്ടു. അപ്പോൾ ഇത് ഞാൻ പേപ്പറിൽ അഡ്രസ്സ് എഴുതിയിട്ട് മുറിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആ പണിയും അതിൻ്റെ നടുക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബൾക്ക് ഓർഡർ ഒന്ന് പാക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ കഞ്ഞിവെള്ളം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് അവിടെ വെച്ചു. ഇനി ഡ്രസ്സിലേക്കൊന്നും മാറിയിട്ടുണ്ടായെന്ന് വെച്ചിട്ട് അത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കേട്ടോ. അപ്പോൾ ഇതാ ഒന്നിൽ തന്നെ ഇതിപ്പം നമുക്ക് 12 പീസിൻ്റെ ഓർഡർ കിട്ടിയതാണ്. അങ്ങനെ 4 വെച്ചിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല അയക്കുന്നത്, വലിയൊരു കവറിൻ്റെ അകത്താക്കിയിട്ട് അതിൽ പിന്നെ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെയും സെക്യൂർ ആയിട്ടാണ് കേട്ടോ അയക്കുന്നത്. അപ്പോൾ ഇത് തൽക്കാലം പിന്നെ മറ്റേത് ടാപ്പ് ഒട്ടിക്കാൻ എനിക്ക് അച്ഛൻ്റെയും കൂടി ഹെൽപ്പ് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് മാത്രം പാക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുവാന്ന് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് കെട്ടിയപ്പോൾ നോക്കുമ്പം ഭയങ്കര ലൂസ്. നമ്മളിനിപ്പം കത്രി കൊണ്ട് കട്ടിയിട്ട് അങ്ങനെയെല്ലാം ആക്കുമ്പോൾ ഒരു ലൂസ് പോലെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കാണ്ട് ടാപ്പ് മാത്രം വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ബാക്കിയുള്ള കളക്ഷൻ കണ്ടു നോക്കാം. ഇത് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ചോദിച്ചതായിരുന്നു ഈ റെഡ് ആൻഡ് ബ്ലാക്കിന്. അപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോയതാണ്. ഇപ്പം നമുക്ക് 2 പ്രിൻറ്റിൽ ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മളെ ഒന്നാമത്തത് കേട്ടോ. ഒന്നാമത്തെ പ്രിൻറ്റ് വരുന്നത് റെഡിൽ ഇതുപോലത്തെ പ്രിൻ്റാണ്. പിന്നെ ഷോളും പാൻറ്റും വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ എന്താ പറയുക മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സിനുള്ളൊരു മാറ്റം. രണ്ടാമത്തേന്ന് പറഞ്ഞത് ഇതാണ്. ഇത് വന്നിട്ട് കാണുമ്പം നമുക്ക് റെഡ് പോലെ തോന്നും, പക്ഷേ ഇത് ഒരു ആ ഷോളിൻ്റെ കളർ കണ്ടോ അറ്റത്തുള്ള, അപ്പം ആ ഒരു കളറാണ് കേട്ടോ. ഇതുപോലെ പുറകിൽ പ്രിൻറ്റ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ആ ഷോളിൻ്റെ ആ മുകളത്തെ കളറില്ല അതാണ് കേട്ടോ. അപ്പം അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഇതിപ്പം നമുക്ക് ഇൻസ്റ്റയിലും കൂടി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് എൻ്റെ ഫേസ് കാണാത്തത്. അപ്പം മറ്റേ ഫോൺ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത കോംബോ. പിന്നെ അടുത്തത് വന്നിട്ട്
ഞാൻ നേരത്തെ റെഡ് ആൻഡ് ബ്ലാക്ക് കാണിച്ചിട്ടില്ലേ, അതിൻ്റെ ജസ്റ്റ് പ്രിൻറ്റ് മാത്രം മാറ്റുന്നേ ഉള്ളൂ. ഇതും റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ കേട്ടോ. ഇതുപോലെ ബാട്ടി പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുറകിൽ ഇതുപോലത്തെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോള് വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് ഷോളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻറ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ബാക്കി അത് സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മളെ ഫേസിന് അതിൻ്റെ ഒരു കളറ് അത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പീസ്. ഇനി അടുത്തത് നമുക്ക് എടുത്ത് നോക്കാം. അപ്പം ഞാൻ ഒന്ന് ഇവിടെ ഒരു കസേരയിൽ ഫുള്ള് നിവർത്തിയിട്ട് അവിടെ വെച്ചിട്ട് മറ്റേ കസേരയിൽ അതുപോലെ എടുത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മടക്കി വെക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡാണ്. അപ്പം ഇത് നമുക്ക് ഫോണിൽ കാണുമ്പോൾ ഒരു നീല പോലെ അങ്ങനെ തോന്നും. ഇത് നീലയല്ല, ഒരു നീലയല്ല പച്ചയല്ലാത്ത ഒരു കളറില്ലാത്തതാണ്. പിന്നെ ഇതിൻ്റെ ഷോള് വരുന്നത്, പാൻറ്റിൻ്റെ തുണി വരുന്നത് മെറൂൺ കളറാണ്. പുറകിൽ ഇതുപോലെ ബാട്ടിക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒറ്റൊരു പീസാണ് ബാക്കിയുള്ളത്. നമ്മളെ റെഡിൻ്റെതും ഓരോരോ പീസാണ് ബാക്കിയുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വേറൊരു കളറില്ലേ, പിങ്ക് ആൻഡ് ഒരു ഗ്രീനും അല്ല നീലമുള്ള ഷെയ്ഡ് വരുന്നത്, അത് 2 പീസാണ് ബാക്കിയുള്ളത്. അപ്പം ഇത് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മളെ കളർ കൊമ്പ വരുന്നത് കേട്ടോ. പിന്നെ ഇനി വന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ്. ഇത് എൻ്റെ മറ്റേ ഫോണിൽ എടുത്തിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ല മഞ്ഞ കളർ കേട്ടോ. പക്ഷെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്, ഒരു ചണക്കപ്പച്ച കേട്ടോ, മഞ്ഞയല്ല. ഈ ഒരു ശരിക്ക് ഇത് തന്നെയാണ് കളർ വരുന്നത്. ഈ ഫോണിൽ ക്ലിയറാണ്, മറ്റേ ഫോണിൽ മഞ്ഞയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം ഇതാണ് നമ്മളെ അടുത്തത് വരുന്നത് കേട്ടോ. നല്ല ലീഫിൻ്റെ ബാട്ടിക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോള് എന്ന് പറയുന്നത് ഇതാ നല്ല റെഡ് ആൻഡ് ആ ഒരു ചണക്കപ്പച്ച കളർ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചില കളർ നമ്മൾ ഫേസിന് അടിക്കുമ്പോൾ തന്നെ നല്ല ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. പിന്നെ അടുത്തതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതാണ്. നമുക്ക് ഈ പാൻറ്റിൻ്റെ തുണീനെ കൊണ്ട് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാം. കാരണം ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും തുണി സെയിം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഷോളും കോട്ടൺ ആണ്, പക്ഷേങ്കിൽ മറ്റേൻ്റെ അത്ര കട്ടിയല്ല നമ്മൾ ഷോള്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പിങ്ക് അല്ല, ഇത് ശരിക്കും എന്താ പിങ്കിൻ്റെ വേറൊരു വർഗത്തിൽപ്പെട്ട കളർ കേട്ടോ. ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത്. പുറകിൽ ഇതുപോലെയാണ് വരുന്നത്. അപ്പം തുന്നുന്നവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ചിലർക്കെല്ലാം ഫ്രണ്ടിലും ബാക്കിലും സെയിം ഡിസൈൻ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ 2 പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ അടിക്കാം. അപ്പോൾ ടോട്ടൽ 2 ടോപ്പ് അടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി എന്ന് പറയുന്നത് ഗ്രേ ആണ്. അപ്പോൾ ഗ്രേ കളർ പാൻറ്റിൻ്റെ തുണി, ഇത് ടോപ്പ്, ഇത് ഷോൾ, ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ നല്ല കളർ കോമ്പോ അല്ലേ. അപ്പം ഇതാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 2 പീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ കൊടുക്കുകയെന്ന് കേട്ടോ. അപ്പം മെയ് 1 തന്നെയാണ് ഞാനിപ്പോൾ അയക്കുന്നത്. ഇത് ഞാൻ വിചാരിച്ചത് അന്ന് അയക്കാൻ പറ്റില്ല, കാരണം തൊഴിലാളി ദിനത്തിന് ലീവായിരിക്കുന്നു. പക്ഷേ അച്ഛൻ എന്തോ ആവശ്യത്തിന് പോയപ്പോൾ പോസ്റ്റ് ഓഫീസ് തുറന്നിട്ടപ്പോൾ വന്നതാണ്. അങ്ങനെ പോയിട്ട് എല്ലാം അയച്ചു. അപ്പോൾ റിക്രൂട്ടറും കരഞ്ഞു പിടിച്ച് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ ബൾക്ക് ഓർഡർ കിട്ടിയിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് എല്ലാം കൂടി ഇതുപോലെ അയക്കുമ്പം ഒരു നല്ലൊരു സന്തോഷമാണല്ലോ. പിന്നെ 3-4 പീസ് പുറത്തുള്ളവർ ഓർഡർ ചെയ്യുന്നുണ്ട്, നമുക്ക് നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പോസ്റ്റ് ഓഫീസ് ഇതാ മുകളിലാണ്. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ഞാൻ തന്നെ പൊക്കി പിടിച്ച് മുകളിൽ കൊടുത്തു. അച്ഛൻ അതിങ്ങനെ അധികം വെയിറ്റ് എടുത്തുകൂടാ, ഹാർട്ടിന് സുഖമില്ലാത്തതാണ്. അപ്പം ഫുള്ള് ഞാൻ തന്നെ മുകളിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വെച്ചു. എന്നിട്ട് അവിടുന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആ ഏജ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എനിക്ക് വെയിറ്റ് എടുത്തുകൂടാന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിക്കലും പിന്നെ എല്ലാം കംപ്ലീറ്റ് ഞാൻ തന്നെ അവിടെ നിന്ന് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്റ്റെപ്പറിങ്ങ് താഴെത്തി പിന്നെ ഓട്ടോ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഓർഡർ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഓർഡർ തരാനുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.